അങ്ങനെ ആ മോതിരം വിൽപ്പന നടത്തുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് ഹഖീഖത്തുൽ വഹിയിൽ അതിനെപ്പറ്റി വിശദീകരിച്ച് വരുമ്പോൾ പറയുന്നത് ഈ രണ്ടാമത്തെ വഹി അദ്ദേഹത്തെ എത്രത്തോളം സാമ്പത്തികമായ സുസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അത് 3 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ഒരു നിമിത്തമായി മാറിയെന്നാണ്. അങ്ങനെ അതിൽ പറയുന്നത് എത്രയാണ്, 10 രൂപ പോലും മാസത്തിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്ന എനിക്ക് ഈ വഹിയോടുകൂടി എന്നെ അള്ളാഹു കൈപിടിച്ചു ഉയർത്തി അങ്ങനെ 3 ലക്ഷം രൂപ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അതൊരു എക്സ്ട്രാജുലേഷൻ ആവാം, അല്ലെങ്കിൽ ഈ മോതിരം വിറ്റുകൊണ്ട് 3 ലക്ഷം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. ഏതായാലും രണ്ടാമത്തെ വഴി തന്നെ അദ്ദേഹം വിറ്റ് കാശാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അസ്സലാമു അലൈക്കും. ഒരു വ്യക്തി പ്രവാചകനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പ്രവചനങ്ങൾ, ഇൽഹാമുകൾ, വഹിയുകൾ തുടങ്ങിയവ. എല്ലാ പ്രവാചകന്മാർക്കും വഹിയുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും എല്ലാവരും അന്വേഷിച്ചു പോകുന്നൊരു കാര്യം, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ വഹിയുകൾ എന്തൊക്കെയാണ്, പ്രവചനങ്ങൾ എന്തൊക്കെയാണ്. ഒലിബത്ത് റോമ പിടിച്ചടക്കി എന്ന പ്രവാചക വചനം അള്ളാഹുവിൻ്റെ ഖുറാനിലൂടെ അത് പുറത്തു വന്ന സമയത്ത് നമുക്കറിയാം, ഒന്നുമല്ലാതിരുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവചനം നടത്തുന്നത്. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അന്ന് സ്വപ്നം കാണാൻ പറ്റാത്ത കാലഘട്ടത്തിൽ പറഞ്ഞ ആ ഒരു പ്രവചനം സത്യമായി പുലരുന്നതാണ് ലോകം മുഴുവൻ കാണുന്നത്. പ്രവചനങ്ങൾ, പ്രവാചകനാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. പി അബ്ദുറഹ്മാൻ സാഹിബ് കൊടിയത്തൂരുമായുള്ള ദീർഘ സംഭാഷണത്തിലാണ് നാം ഉള്ളത്. ഈ സംഭാഷണത്തിൻ്റെ മുഖ്യ കേന്ദ്രം ഖാദിയാനിസമാണ്. അഹമ്മദിയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന പ്രവാചകനാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അദ്ദേഹം പ്രവാചകത്വം വാദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറയുന്നത് തനിക്ക് നിരന്തരമായി ഇൽഹാമുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നീട് വഹയികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, വഹയി ലഭിക്കുന്ന ഒരു പ്രവാചകനാണെന്ന് പറയുന്നു. നമുക്ക് തീർച്ചയായും അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച വഹയുകൾ. ആ വഹയുകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചുള്ള ഇൽഹാമുകൾ അടിസ്ഥാനമാക്കി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രവചനങ്ങൾ എത്രയധികം പുലർന്നിട്ടുണ്ട്, അത് യഥാർത്ഥത്തിൽ പ്രവചനങ്ങളായിരുന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള അഥവാ എന്ന വാക്കുവെഞ്ചുകൊണ്ടുള്ള വ്യാഖ്യാന കസർത്തുകൾ മാത്രമായിരുന്നു. തീർച്ചയായും ഈ ഒരു അന്വേഷണം, ഈ ഒരു ദീർഘ സംഭാഷണത്തിലെ ഒരുപാട് പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസ്സലാമു അലൈക്കും. നമ്മളുടെ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അന്വേഷണമാണ് ഈ വഹയികളെക്കുറിച്ചും ഇൽഹാമുകളെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങളെക്കുറിച്ചും. തീർച്ചയായും ഈ മിർസ സാഹിബിൻ്റെ പ്രവചനങ്ങൾ, ഇൽഹാമുകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, ഒന്ന് വിശദീകരിക്കാം. നമ്മൾ മലയാളത്തിൽ പ്രവാചകൻ എന്നൊരു പദം, ഇത് അതുപോലെ പൈഗംബർ എന്ന ഉറുദുവിലൊക്കെ പറയുന്ന ആ പദത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യം. അതോടൊപ്പം പ്രവചനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ മുൻകൂട്ടി ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രവചിക്കുക എന്നുള്ളതാണ്. ആ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുക എന്നുള്ളത് പ്രവചിച്ച ആളുടെ പ്രവാചകത്വത്തിൻ്റെ ഒരു മാനദണ്ഡമായി കാണാൻ കഴിയും. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രവചനങ്ങൾ പുലർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഞാൻ പ്രവാചകനാകുന്നുള്ളൂ. ഞാൻ പ്രവചിച്ചത് നടക്കാതെ പുലരാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ, അതായത് വളരെ മോശമായിട്ട് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞുകൊള്ളൂ, എന്നെ തൂക്കിക്കൊന്നുകൊള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് പലയിടത്തും അദ്ദേഹം ആ പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവചനങ്ങളുടെ യഥാർത്ഥത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് 2-3 രൂപത്തിലാണ്. ഒന്ന്, വരാൻ പോകുന്ന ഒരു സംഗതിയെക്കുറിച്ച് നേരിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉലിബത്ത് റൂം എന്ന് പറഞ്ഞ പോലെ
വിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനം തന്നെ അവതരിപ്പിച്ചു കൊടുക്കുക. ഇൽഹാം എന്ന് പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. മിർസയെ സംബന്ധിച്ചിടത്തോളം വഹി എന്നും ഇൽഹാം എന്നും അദ്ദേഹത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ആളുകൾക്കും ഇൽഹാമുകളുണ്ടാകാം, നമുക്ക് തന്നെ ഉണ്ടാകാം. ഇൽഹാം എന്ന് പറഞ്ഞാൽ ഒരു തോന്നലാണ്. അത് ദൈവികമാകാം, അല്ലെങ്കിൽ ദൈവികമല്ലാതിരിക്കാം തോന്നലുകൾ. ചിലപ്പോൾ നമുക്ക് തോന്നും ചില അപകടത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തോന്നലുകൾ നമുക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു രീതിയാണ്. ഒരു പോകുന്ന ബസ്സിൽ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, കയറണ്ട എന്ന് പറഞ്ഞാൽ, കയറാൻ ഉദ്ദേശിച്ചാലും കയറാതിരിക്കാനുള്ളൊരു നിമിത്തം ഉണ്ടാക്കുന്നത് ആ അപകടത്തിലേക്ക് പോകുന്ന ആ വാഹനത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഔലിയാക്കന്മാർക്ക് ചിലപ്പം ചില ഈ ഇൽഹാമുകളെക്കുറിച്ച് പറയാറുണ്ട്. അതും പ്രവാചകൻ്റെ ഇൽഹാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വലിയന് എന്തെങ്കിലും ഒരു ജ്ഞാനം അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. അത് മറ്റുള്ളവർ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേകതയില്ല. പക്ഷേ പ്രവാചകന് ലഭിക്കുന്ന ഇൽഹാമാണെങ്കിലും വഹിയാണെങ്കിലും ദർശനങ്ങളാണെങ്കിലും അത് മറ്റുള്ളവരും കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു സ്വപ്ന ദർശനത്തിലൂടെയാണ് ഇസ്മായിലിനെ, മകൻ ഇസ്മായിലിനെ അറുക്കാനുള്ള നിർദ്ദേശം ലഭിക്കുന്നത്. യൂസുഫ് നബിയുടെയും ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കപ്പെട്ടായിട്ട് അദ്ദേഹം ആ കാര്യം പറഞ്ഞതൊക്കെ അത് വളരെ ഭംഗിയായിട്ട് അഹ്സനുൽ ഖസസായിട്ട് നമ്മളത് ഖുർആനിൽ വായിച്ചു പോകുന്നുണ്ട്. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ ആദ്യകാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇൽഹാമുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സ്വപ്നങ്ങൾ, കശ്ഫ് എന്ന് പറഞ്ഞാൽ ജാഗ്രത ദർശനങ്ങളാണ്. ഇതൊക്കെയും അദ്ദേഹം ആദ്യമായി രേഖപ്പെടുത്തുന്നത്, നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും, രേഖപ്പെടുത്തുന്നത് ആ സമയത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മൾ കാണുന്നത് ബറാഹീനെ അഹമ്മദിയയിലാണ്. ബറാഹീനെ അഹമ്മദിയ 1880 മുതൽ 84 വരെയുള്ള കാലഘട്ടത്തിൽ രചിച്ചു എന്ന് പറഞ്ഞു. അതിൽ ഒരുപക്ഷെ ആ പുസ്തകത്തിൻ്റെ മൊത്തം ഉള്ളടക്കം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 75% അതിലേറെ അദ്ദേഹത്തിൻ്റെ വഹികളും അത് സംബന്ധമായുള്ള വിശദീകരണങ്ങളുമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഏത് എന്നത് വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വഹി ഏതാണെന്ന് അറിയാം, ഏത് കുട്ടിക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്ത ആ വഹി ഉണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നുള്ള ആ ആദ്യത്തെ 4-5 സൂക്തങ്ങൾ ആണ് ആദ്യമായിട്ട് പ്രവാചകന് ലഭിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത അപ്പോയിൻമെൻറ്റ് ഓർഡറാണ്, പ്രവാചകത്വത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ മിർസക്ക് എന്നാണ് വഹി കിട്ടിയത്, ഇത്തരം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഇന്നേ വരെ ഒരു അഹമ്മദിക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിത് കുറേ കാലമായി ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം, ബറായിനെ അഹമ്മദിയയിൽ ആദ്യം കൊടുത്ത വഹി അതാണോ ആദ്യം കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ അതാണെന്ന് പറഞ്ഞാൽ മതി, ഓക്കെ. പക്ഷേ അതല്ല, വിശുദ്ധ ഖുർആനും അങ്ങനെയല്ലല്ലോ. ആദ്യം കൊടുത്തത് അൽ ഫാത്തിഹയാണ്, പിന്നെ അൽ ബഖറയാണ്. അപ്പോൾ അത് ആദ്യത്തേതായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ക്രോഡീകരണം ആ രീതിയിലാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അതിനോട് താരതമ്യം ചെയ്യുകയല്ല ഇത്. പക്ഷേ ബറായിനെ അഹമ്മദിയയിൽ അദ്ദേഹത്തിന് പഴയ കാലത്തുണ്ടായ ഒരു സംഗതി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ബട്ടാലയിലേക്ക് പോയി, ബട്ടാലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അള്ളാഹുവിൽ നിന്നൊരു ഇൽഹാമുണ്ടായി. ആ ഇൽഹാമിലെ ആദ്യത്തെ വചനമല്ല, ഒരു 3-4 ഉറുദു വചനങ്ങളാണത്. അതിൽ അവസാനത്തെ വചനമാണ് ബാദ്ഷാ തേരെ കപടോൻസെ ബർക്കത്ത് ഢൂണ്ടേങ്കെ എന്നുള്ളത്. രാജാക്കന്മാർ നിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ നിന്ന് അനുഗ്രഹം തേടും. അപ്പോൾ ഇതാണ് ആദ്യത്തെ വഹി എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് അവതരിപ്പിക്കുന്നുണ്ട് ആര്? അനുയായികൾ. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി പറയുന്നത് അതല്ല, ഇത് സംഭവിച്ചത് 1868-ലോ 69-ലോ ആണ്. അങ്ങനെയാണെങ്കിൽ 68-ലോ 69-ലോ ആ ഒരു കൊല്ലത്തിൻ്റെ വ്യത്യാസമുണ്ട് അതിൽ. പക്ഷേ അന്ന് ആദ്യത്തെ വഹി ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞു കേൾക്കാമായിരുന്നു. പക്ഷേ മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി ഹഖീഖത്തുൽ വഹിയിൽ തനിക്ക് ആദ്യമായി ലഭിച്ച വഹി 1876-ൽ എൻ്റെ പിതാവ് മരിച്ച ദിവസമാണ്. അന്നാണ് എനിക്ക് വസ്സമായി വത്താരിഖ് എന്ന വഹി ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലുറപ്പിച്ചാൽ 1876-ലാണ് എന്ന് പറയാമായിരുന്നു.
പക്ഷേ ഇതിൻ്റെ മുമ്പും അദ്ദേഹത്തിന് ഒരുപാട് വഴികൾ അദ്ദേഹം തന്നെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് എന്നത് പ്രസക്തമാണ്. പിന്നെ ഈ സംഭവം എങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി സിയാൽക്കോട്ടിലെ ഉദ്യോഗം കഴിഞ്ഞ് അതൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന് വ്യവഹാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ലാഹോറിലിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ വഴി ഉണ്ടാകുന്നത്, വസ്സമായി വത്താരിഖ്. അങ്ങനെ അദ്ദേഹം പിതാവിൻ്റെ മരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഓടിയെത്തിയെന്നാണ്. ഒന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അസാധാരണമായ അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോട് മകനോട് പറഞ്ഞു, നീ പോയി വിശ്രമിച്ചോ. അങ്ങനെ സ്വന്തം മുറിയിലേക്ക് പോയി. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു വൈകുന്നേരത്തെ സംഭവം എന്താണ് വരാൻ പോകുന്നത്. നമുക്ക് പിൽക്കാലത്ത് അദ്ദേഹം എഴുതുകയാണ്. ഈ സംഭവം 876 876 തന്നെ അത് രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല. 880കളിൽ 83 അത് ആദ്യം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പിതാവിൻ്റെ മരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൈകുന്നേരം സംഭവിക്കാൻ പോകുന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് വൈകുന്നേരം സംഭവിക്കാൻ പോകുന്നത്? വസ്സമായ ആകാശമാണേ സത്യം, വത്താരിക്ക് വൈകുന്നേരം ഉണ്ടാകുന്ന സംഭവമാണ് സത്യം എന്നാണ് അദ്ദേഹം കൊടുത്ത അർത്ഥിട്ടത്. ആ വൈകുന്നേരം സംഭവിക്കാൻ പോകുന്നത് പിതാവിൻ്റെ മരണമാണെന്ന്. പക്ഷേ 1-2 ദിവസം അതിന് ശേഷം ഇദ്ദേഹം വല്ലാത്ത പ്രയാസപ്പെട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഏറ്റവും പ്രയാസം എന്താണെന്ന് വെച്ചാൽ, പിതാവിൻ്റെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രിവി പേഴ്സ് 700 രൂപ വാർഷിക പെൻഷൻ കിട്ടുക. അത് നിന്നു പോകും. 700 രൂപ പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. പക്ഷേ ആ പണം കിട്ടാതെ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഈ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് പിതാവിൻ്റെ പെൻഷൻ വെട്ടിക്കുറച്ച് 180 രൂപയാക്കിയിട്ട് അത് മൂത്ത പുത്രന് കൊടുക്കുമെന്നാണ്. മൂത്ത പുത്രൻ എന്ന് പറഞ്ഞാൽ ഗുലാം ഖാദറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് നേരത്തെ തന്നെ അതിരൂക്ഷമായ സംവാദങ്ങളും പിന്നെ വെറുപ്പിക്കലുകളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയോട് ഭയങ്കര വെറുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചില്ലിക്കാശും അവിടെ നിന്ന് കിട്ടില്ല. അങ്ങനെ ഗുലാം ഖാദർ ആ ഒരു പൈസയും കൊടുക്കാതെ അങ്ങനെ ഇദ്ദേഹത്തിന് വളരെ പ്രയാസമുണ്ടായ സമയത്താണ് രണ്ടാമത്തെ വഹി വരുന്നത്. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദാൻ. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും അലൈസല്ലാഹു ബി കാഫിൻ അബ്ദ, തൻ്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരാശ്വാസവചനമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നിയത്, അത് ഒരു മോതിരത്തിൽ കൊത്തിവെപ്പിക്കുകയാണ്. അങ്ങനെ ആ മോതിരം വിൽപ്പന നടത്തുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് ഹഖീഖത്തുൽ വഹിയിൽ അതിനെപ്പറ്റി വിശദീകരിച്ച് വരുമ്പോൾ പറയുന്നത്, ഈ രണ്ടാമത്തെ വഹി അദ്ദേഹത്തെ എത്രത്തോളം സാമ്പത്തികമായ സുസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു ചോദിച്ചാൽ, അത് 3 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ഒരു നിമിത്തമായി മാറിയെന്നാണ്. അങ്ങനെ 10 രൂപ, അതിൽ പറയുന്നത് ഇത്രയാണ്, 10 രൂപ പോലും മാസത്തിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്ന എനിക്ക് ഈ വഹിയോടുകൂടി എന്നെ അള്ളാഹു കൈപിടിച്ചു ഉയർത്തി അങ്ങനെ 3 ലക്ഷം രൂപ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അതൊരു എക്സ്ട്രാജുലേഷൻ ആവാം, അല്ലെങ്കിൽ ഈ മോതിരം വിറ്റുകൊണ്ട് 3 ലക്ഷം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. ഏതായാലും രണ്ടാമത്തെ വഴി തന്നെ അദ്ദേഹം വിറ്റ് കാശാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഹഖീഖത്തുൽ വഹികളാണ് അദ്ദേഹത്തിൻ്റെ കുറേ വഴികൾ വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരുപാട് പുസ്തകരചനകളിൽ, പിന്നെ അന്നത്തെ വാരികകളിൽ, മുഖപത്രങ്ങളിൽ, മുഖപത്രം എന്ന് പറഞ്ഞാൽ 2 വാരികകളുണ്ടായിരുന്നു, ബദർ എന്ന് പറഞ്ഞ, അതുപോലെ അൽ ഹക്കം എന്ന് പറയുന്ന. ഈ 2 വാരികകളിലും ഇത് ഓരോ ദിവസവും കിട്ടുന്ന ഇൽഹാമുകൾ, വഹികളൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. പിന്നെ നോട്ടീസുകളായിട്ട് അടിച്ചിറക്കിയിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഇത് മുഴുവൻ ക്രോഡീകരിച്ച് ആദ്യമായി പ്രസിദ്ധീകരിച്ച ലാഹോരി വിഭാഗമാണ്. 1932 ലാഹോരികൾ അൽ ബുഷ്ര എന്ന പേരിൽ 2 വാള്യങ്ങളിലായിട്ട് ഇത് അടിച്ചിറക്കി, ഇത് ക്രോഡീകരിച്ചിറക്കി. അങ്ങനെ അത് തന്നെയായിരുന്നു ഖാദിയാനികളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 1936 അന്നത്തെ ഖലീഫക്ക് തോന്നി, ഈ ലാഹോരികളോട് ഇത് വാങ്ങുന്നത് ശരിയല്ല, അത് അവർക്ക് ഗുണകരമായിട്ട് വരും. മാത്രമല്ല ലാഹോരികളെ സംബന്ധിച്ച് മോശമായിട്ടുള്ള ചില വഴികൾ മിർസക്ക് അവതരിച്ചിട്ടുണ്ടെന്നും അതുകൂടി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടേതായ ഒരു പുസ്തകം ഇറക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഈ
തദ്കിറ എന്നു പേരുള്ള ഒരു പുസ്തകം ഇറക്കുന്നത്. അതിൻ്റെ ആദ്യ പതിപ്പ് ഇറങ്ങുന്നത് 1938 പക്ഷേ അതിൽ പിന്നെ 1200 വഴികളേ ഉള്ളൂ. പിന്നീട് അതിൻ്റെ പുനഃപ്രസിദ്ധീകരണം നടക്കുന്നത് 1956 അന്ന് അതിൽ 1577 വഴികൾ കൊടുക്കുന്നുണ്ട്, എടുത്തു കൊടുത്തിട്ടുണ്ട്. കുറയാണോ? അല്ല, 1211 അത് 1570. അത് എവിടെ നിന്ന് കൂടിയെന്ന് വെച്ചാൽ അതിന് പറയുന്നത് പല കയ്യെഴുത്ത് പ്രതികളുണ്ടായിരുന്നു. പിന്നെ താത്തീറുൽ അനാം എന്നൊരു പുസ്തകം തന്നെ മിർസ സാഹിബ് മരിച്ചതിന് ശേഷം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഖിലാഫത്ത് ലൈബ്രറിയിൽ പാകിസ്ഥാനിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതിലുള്ള ആണെന്ന് പറഞ്ഞുകൊണ്ട് ചില വഴികളും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും രസകരമായ ഒരു വഴി ദാഗെ ഹിജ്റത്ത് എന്നാണ് ഇതാണ്. അത് ഒന്ന് ഓർമ്മയിൽ വെക്കേണ്ട ഒരു സംഗതി. ദാഗെ ഹിജ്റത്ത് എന്ന് പറഞ്ഞാൽ പലായനത്തിൻ്റെ മുറിപ്പാട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പലായനം നടക്കുന്നത് 1947 അതിൻ്റെ ശേഷമുള്ളതിൽ അത് കാണാം, അതിന് മുമ്പുള്ളതിൽ അത് കാണുകയില്ല. അത് താത്തീറുൽ അനാം എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് അതിൻ്റെ കരട് കോപ്പി ഉള്ളത്. പിന്നെ റബുവയിലെ ഖിലാഫത്ത് ലൈബ്രറിയിലാണ് എന്നൊക്കെ. പിന്നെ അതിൻ്റെ ഒരു ഹാഷിയ കൊടുക്കുകയാണ്, ഒരു കുറിപ്പ് കൊടുക്കുകയാണ്. കാരണം ഇത് പുലർന്നു പോയ എന്താണ് ഒരു പ്രവചനമാണല്ലോ, അത് ഒരു ദാഖെ ഹിജ്റത്ത്. പക്ഷേ അതിന് മുമ്പ് അതിനെപ്പറ്റി കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മിർസ ഗുലാമിൻ്റെ ഈ ഹക്കീക്കത്തുൽ വഹിയിൽ നമ്മൾ കാണുന്ന ഒരുപാട് വഴികളുണ്ട്. അത് പേര് തന്നെ ഹക്കീക്കത്തുൽ വഹി എന്നാണ്. ആ വഴികളിൽ നമുക്ക് പല ഭാഷകളിലുള്ള വഴികൾ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്താണ്, പിന്നെ വളരെ വ്യക്തമായി പറയുന്നിട്ടുണ്ട്, സ്വന്തം സമുദായത്തിൻ്റെ ഭാഷയുമായിട്ടല്ലാതെ ഞാനൊരു പ്രവാചകനെയും അയച്ചിട്ടില്ല. ഒമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. കാരണം അവർക്ക് തെളിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായിട്ടും അറബിയിൽ തന്നെ. അത് നമുക്ക് മനസ്സിലാക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഭാഷ ഒരുപാട് പുരോഗതിപ്പെടാറുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ എന്നും ഏറ്റവും നിസ്തുലമായിട്ടുള്ള ഭാഷയായി നിലനിൽക്കുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് എന്നുള്ള വിശുദ്ധ ഖുർആനിലാണ്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വ്യാകരണത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു ഉദാഹരണം തേടുക വിശുദ്ധ ഖുർആനിലാണ്. ഭാഷ എത്ര വളർന്നിട്ടും വിശുദ്ധ ഖുർആനെ കവച്ചു വെക്കുന്ന ഒരു ഭാഷാ വളർച്ച ഉണ്ടായിട്ടില്ല. മറിച്ച് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ ഭാഷ ഉറുദുവിലാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള പേർഷ്യൻ ഭാഷയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ 100 കൊല്ലം കൊണ്ട് ആ ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ. നമുക്കത് പഴയ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന് വഴി വരുന്നുണ്ട്. പക്ഷേ അത് ഇതിനെതിരാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഹിബ്രു, അറബി, ഉറുദു, പേർഷ്യൻ, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ എനിക്ക് വശമില്ലാത്ത ഇംഗ്ലീഷ്, ഹിബ്രു, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ പോലും എനിക്ക് വഴിയുണ്ടായി എന്നത് അത്ഭുതകരമായ വസ്തുതയാണ്. അതേറെ പ്രയാസമുണ്ടാക്കുന്നതുമാണെന്ന് നുസൂൽ മസീഹ് എന്ന് പറയുന്ന ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വഹിയുടെ സമാഹാരം അത് ലോകത്തെവിടെ ലഭ്യമല്ലാത്തൊരു പുസ്തകമാണ്. ആകെ 2-3 കോപ്പികൾ 4 1930 ഉണ്ടായിട്ടുണ്ട്. ഖാദിയാനികളുടെ തദ്കിറ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആകെപ്പാടെ ആദ്യത്തിൽ 500 കോപ്പിയാണ് അത് അടിച്ചത്. രണ്ടാമത്തേത് 700 കോപ്പിയാണ് അടിച്ചത്. അതിൽ കോപ്പിൻ്റെ എണ്ണം ഉണ്ട്. പിന്നെ 4ാമത്തെ വാള്യം പാകിസ്ഥാനിൽ അടിച്ചിട്ടുള്ളത് 2004 അത് 1000 കോപ്പിയാണ്. ഇതാകട്ടെ ഒരു കോടി അനുയായികളുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഖുർആൻ്റെ 2ാം വാള്യം എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഖുർആൻ്റെ 2ാം വാള്യം. അത് എത്രത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആൻ 30 ജുസാണെങ്കിൽ ഇത് 20 ജുസാണ്. അതുകൊണ്ട് 50 ജുസാണ് മൊത്തം പുതിയ നിയമവും പഴയ നിയമവും കൂടി നമുക്കുള്ളത് എന്ന് പറയും. ഇത് ലില്ലി ഖുർആനാണ് എന്ന് പറയും. ലില്ലി ഖുർആൻ എന്ന് പറഞ്ഞാൽ ലില്ലി നുബുവത്താണ് മിർസയുടേത് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു നിഴൽ ഖുർആനാണ്. പക്ഷെ എന്ത് തന്നെയായാലും ഇതിൽ എനിക്ക് ഉറച്ച് പറയാൻ കഴിയും, അതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ ബേസിൽ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കൽ പോലും പുലർന്നിട്ടില്ല. 100 എണ്ണം ഉദാഹരണം നമുക്ക് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്ര എണ്ണം ഉദാഹരണം എടുക്കുകയാണെങ്കിലും. മറിച്ച്
ഒന്നുപോലും പുലർന്നതായിട്ട് അവർക്ക് പറയാൻ കഴിയില്ല.